ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ഛമ്മ ജാസ്മിനോട് പറയും, ഇതിപ്പോ ആരുടെ മുന്നിലും തുറക്കില്ല. ഇതാദ്യം പൂജാമുറിയിൽ പൂജയ്ക്ക് വെക്കണം. പൂജയ്ക്ക് ശേഷം മാല പാർവതി അണിയിക്കും. അപ്പോൾ എല്ലാവർക്കും കാണാം. എന്നിട്ട് രാധികയോട് ആ മാല ആഭരണ പെട്ടിയിലേക്ക് മാറ്റാൻ പറയാണ് കേട്ടോ. എന്നിട്ട് വിശാലിനോടും പാർവതിയോടും വേഗം പോയിട്ട് റെഡിയായിട്ട് വരാൻ പറയാണ്. അതേസമയം ഗാർഗി പാർവതിയെ ഒരുക്കുകയാണ് കേട്ടോ. ഒരുങ്ങിക്കഴിയുമ്പോൾ പാർവതി ചോദിക്കും, ഇത് കുറച്ച് കൂടിപ്പോയില്ലേ ഗാർഗി? അപ്പോൾ ഗാർഗി പറയും, ഒട്ടും കൂടുതലല്ല, ഇത്രയൊക്കെ വേണം. പാർവതി ഇപ്പോഴേ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ ആണ്. ഒരു ചെയർപേഴ്സണ് ഇത്രയൊക്കെ ആവാം. അപ്പോൾ പാർവതി പറയും, എനിക്കധികം സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നൊന്നും ഇഷ്ടമല്ല ഗാർഗി. അപ്പോൾ ഗാർഗി പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്വർണ്ണമൊക്കെ ഇട്ടാലേ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഗുമ്മൊക്കെ കാണൂ. അപ്പോൾ മണി പറയും, ഗാർഗി പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. ഫോട്ടോ എടുക്കുമ്പോഴേ കുറച്ച് സ്റ്റൈലൊക്കെ വേണം. അപ്പോഴാണ് സുശീല അവിടേക്ക് വരുന്നത് കേട്ടോ. പാർവതിയെ കാണുമ്പോൾ സുശീല ചോദിക്കും, ഇത് എന്തൊരു ഒരുക്കാണ്? ഇവിടെ എന്താ, നിന്റെ രണ്ടാം കല്യാണം നടക്കാൻ പോവുകയാണോ? കല്യാണ പെണ്ണ് ഒരുങ്ങിയതുപോലെയാണല്ലോ നിന്റെ ഒരുക്കം. നീ എത്രയൊക്കെ അണിഞ്ഞൊരുങ്ങിയാലും നീ ഒരു കുഗ്രാമത്തിൽ വന്ന പെണ്ണ് തന്നെയായിരിക്കും. അപ്പൊ ഗാർഗി പറയും, നിങ്ങൾ എന്തിനാണ് ഒരു കാരണവുമില്ലാതെ പാർവതിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? പാർവതിയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് ആദ്യം നിർത്തണം. അപ്പോൾ സുശീല പാർവതിയോട് വീണ്ടും പറയും, നീ ഇങ്ങനെ കോലം കെട്ടിയെന്ന് കരുതിയേ ചെയർപേഴ്സന്റെ അന്തസ്സൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഒരു ചെയർപേഴ്സൺ നിൽക്കുന്നത് കണ്ടില്ലേ, ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ് സുശീല കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് സഹിക്കവയ്യാതെ മണി സുശീലയെ, എടി അമേരിക്കക്കാരി, നീ എൻ്റെ പാർവതിയെ കളിയാക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സുശീലയ്ക്ക് നല്ല കൊത്തു കൊടുക്കുകയാണ് കേട്ടോ. സുശീല ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അതുകൊണ്ട് ഗാർഗിയും പാർവതിയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം അച്ഛമ്മയും രാധയും കൂടെ ആ മണിചന്ദ്രമാല പൂജാമുറിയിൽ കൊണ്ടുചെന്ന് വെക്കുകയാണ്. എന്നിട്ട് അച്ഛമ്മ പറയും, ഫോട്ടോ എടുക്കുന്നത് വരെ ഈ മാല ഇവിടെ തന്നെ ഇരിക്കട്ടെ രാധികെ. കുറച്ച് നാളുകളായി ആരും ഉപയോഗിക്കാതെ ലോക്കറിലല്ലേ മണിചന്ദ്രമാല വെച്ചിരുന്നത്. ശരിക്കും അങ്ങനെ വെക്കാനുള്ളതല്ല ഈ മാല. ഇത് സാധാരണ മാലയൊന്നുമല്ല. ഐശ്വര്യ ദേവത ഈ മാലയിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഇത് വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യം കുന്നുകൂടും എന്നാണ് പറയുന്നത്. ഇന്നിപ്പോ ഈ മാല വീട്ടിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ, അതല്ലേ അവസ്ഥ. 3 കോടിയുടെ മുതലല്ലേ ഇത്. ഫോട്ടോഷൂട്ടിന്റെ സമയം വരെ എന്തായാലും ഈ മാല ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഏതായാലും ആരും ഇവിടെ വന്ന് ഇത് മോഷ്ടിക്കില്ലല്ലോ. അപ്പോൾ രാധിക ചോദിക്കും, ഈ മാല പാർവതിയാണ് അണിയുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രഭാവതി എന്തു പറഞ്ഞു അമ്മേ? പ്രഭാവതിക്ക് അത് താല്പര്യം തന്നെ ആയിരുന്നോ? അപ്പോൾ അച്ഛമ്മ പറയും, അവളൊന്നും പറഞ്ഞില്ല. കമ്പനിയുടെ മാറ്റത്തിൽ അവൾക്ക് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. കമ്പനിയുടെ റൂള് മാറ്റാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ അവളൊന്നും പറഞ്ഞില്ല. അപ്പോൾ രാധിക പറയും, പാർവതി ഭാഗ്യമുള്ള കുട്ടിയാണ്. ശരിക്കും ഐശ്വര്യ ദേവിയെ പോലെ തന്നെയാണ് അവള്. അതുകൊണ്ട് തന്നെ ഈ മാല അണിയാൻ എന്തുകൊണ്ടും യോഗ്യത പാർവതിക്ക് തന്നെയാണ്. അപ്പൊ അച്ഛമ്മ പറയും, അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ മാല പാർവതിക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ രാധിക പറയും, ഈ മാല അണിഞ്ഞതിന് ശേഷം പാർവതിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ അച്ഛമ്മ പറയും, നീ പറഞ്ഞത് ശരിയാണ്. ഈ മാല അണിഞ്ഞവർക്കൊക്കെ ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇവരീ സംസാരിച്ചതെല്ലാം പ്രതാപൻ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പ്രതാപൻ പോയിട്ട് പ്രഭാവതിയോട് ചോദിക്കും, ചേച്ചി ഈ മണിചന്ദ്രമാല എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, അത് പഴയ മോഡലിലുള്ള ഒരു വില കൂടിയ മാലയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ പ്രതാപൻ പറയും, അത് ശരിയാണ് ചേച്ചി, ഐറ്റം വെരി കോസ്റ്റ്ലിയാണ്. അങ്ങനെ ഒരു മാല ഈ വീട്ടിലുണ്ട്. അത് നീ എങ്ങനെ അറിഞ്ഞു പ്രതാപ? ഈ മാല പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരു മാലയാണ്. തലമുറ കൈമാറി അവസാനം അത് ഗായത്രി ദേവിയിൽ വന്ന് ചേർന്നു. ഇന്ന് പാർവതിക്ക് അത് കൈമാറും. പാർവതി ഇന്ന് ഫോട്ടോഷൂട്ടിന് നിൽക്കുന്നത് ആ മാല ധരിച്ചിട്ടായിരിക്കും. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു പ്രതാപ? അത് ചേച്ചി, ഈ മാല പാർവതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് വിജയമ്മയും രാധികയും കൂടെ ആ മാല പൂജാമുറിയിൽ പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ സംസാരിച്ചതെല്ലാം ഞാൻ മറിഞ്ഞതെന്ന് കേട്ടതാണ്. ശരിക്കും ഈ മാല പാരമ്പര്യമായിട്ട് കൈമാറുന്ന രീതിയിലാണെങ്കിൽ ചേച്ചിക്കല്ലേ കിട്ടേണ്ടത്? ഗായത്രി ദേവിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ചേച്ചിയല്ലേ ഉള്ളത്? അപ്പോൾ പ്രഭാവതി പറയും, അവരിപ്പോൾ ഈ മാല പാർവതിക്കോ പങ്കജാക്ഷിക്കോ കൊടുത്തോട്ടെ പ്രതാപ. ആർക്ക് കൊടുത്താലും ഒടുവിൽ അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ വന്നോളും. അപ്പോൾ പ്രതാപം പറയും, ചേച്ചിക്ക് ആ മാലയുടെ വില എന്താണെന്ന് അറിയോ? 3 കോടിയാണ് ആ മാലയുടെ വില. എനിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട് ചേച്ചി, നമുക്ക് ആ മാല അടിച്ചു മാറ്റിയിട്ട് ഇവിടെ നിന്ന് മുങ്ങിയാലോ? മാല വിറ്റ് കിട്ടുന്ന 3 കോടി കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം. അപ്പോൾ പ്രഭാവതി പറയും, നീ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ പ്രതാപ. 100 കോടിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കുമ്പോഴാണ് 3 കോടി മോഷ്ടിക്കുന്ന കാര്യം നീ പറയുന്നത്. ബുദ്ധിയുള്ള ആരെങ്കിലും 100 കോടി വിട്ടിട്ട് 3 കോടിയുടെ പിന്നാലെ പോകോ? ഇപ്പൊ നമ്മൾ 3 കോടിയുടെ മാല മോഷ്ടിച്ച് ഇവിടെ നിന്ന് പോയാൽ നമുക്ക് കള്ളനും കള്ളി എന്നുള്ള പേരും കിട്ടും. ചിലപ്പോൾ ഐക്യാകത്താവുകയും ചെയ്യും. അതൊരു നഷ്ടക്കച്ചവടമാണ്.
കട്ടെടുക്കുമ്പോഴേ പടലം കെട്ടെടുക്കണം. അതുകൊണ്ട് നമുക്ക് ആദായം ഉണ്ടാകണം, എന്നേക്കുമായിട്ട് രക്ഷപ്പെടണം. അപ്പോൾ പ്രതാപൻ പറയും, ആ മാല കണ്ടിട്ട് എൻ്റെ കൈ തരിക്കുകയാണ് ചേച്ചി. എങ്കിലേ നീ ഒരു കാര്യം ചെയ്യേ, പൂജാമുറിയിൽ പോയിട്ട് നീ ആ മാല പൊക്കിക്കൊണ്ടുവാ, അത് വെച്ച് ഒരു കളി കളിക്കാനുണ്ട്. അപ്പോൾ പ്രതാപൻ ആ മാല എടുക്കാൻ നടന്ന് പോവുകയാണ് കേട്ടോ. ആ സമയം പ്രഭാവതി കുറച്ച് മുല്ലപ്പൂവൊക്കെ എടുത്ത് പല്ലവിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പല്ലവിയോട് പറയും, മോളിന്ന് പതിവിലും കൂടുതൽ സുന്ദരിയായിട്ടുണ്ടല്ലോ, മോളെ ഒന്ന് ഒരുക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അപ്പോഴേക്കും മോള് ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. അപ്പോൾ പല്ലവി പറയും, അമ്മ ഒരുക്കാൻ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുവേനോ. അപ്പോൾ പ്രഭാവതി പറയും, ഒരുക്കാനായില്ലെങ്കിലും ഞാൻ മോൾക്ക് കുറച്ച് മുല്ലപ്പൂ വെച്ച് തരാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പല്ലവിക്ക് പൂ വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയും, മോളിപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്, പക്ഷേ ഇത്രയും സുന്ദരിയായ നിനക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ലല്ലോ. പെണ്ണിൻ്റെ ചന്തം കൂട്ടുന്നതേ പൊന്നല്ലേ മോളെ, അവിടെ ഓരോരുത്തരെ പൊന്നണിഞ്ഞാണ് നിൽക്കുന്നത്, കഴുത്തിലും കാലിലും കയ്യിലും എല്ലാം ഉണ്ട്. അവർക്കിടയിലേക്ക് മോള് സ്വർണ്ണം ഇല്ലാതെ പോകുന്നത് കുറച്ചിലല്ലേ. അപ്പോൾ പല്ലവി പറയും, അത് സാരമില്ല അമ്മേ, സ്വർണ്ണമില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ പ്രഭാവതി പറയും, ഈ അമ്മ മോൾക്കൊപ്പം ഉള്ളപ്പോൾ മോള് വിഷമിക്കണ്ട, നിനക്ക് വേണ്ട സ്വർണം ഞാൻ തരാം. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പ്രഭാവതി പ്രതാപൻ ആ മണിചന്ദ്രമാല വെച്ചിട്ടുള്ള ആഭരണപ്പെട്ടിയും കൊണ്ട് അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ പ്രഭാവതി പറയും, ഇതിലെ നിനക്കുള്ള ആഭരണങ്ങളാണ്. എന്നിട്ട് ആ പെട്ടി തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറയണ്ട പ്രതാപനോട്. പ്രതാപൻ ആ പെട്ടി തുറന്ന് കാണുമ്പോൾ അതിലെ മാല കണ്ടിട്ട് പ്രഭാവതിയും പ്രതാപനൊക്കെ ഒന്ന് ഞെട്ടുകയാണ്. എന്നാലും ആ മാല എടുത്ത് പല്ലവിയോട് പറയും, 3 കോടി രൂപ വിലയുള്ള മാലയാണ് മോളെ, ഇത് നീ കഴുത്തിലിട്ടോ, ഇത് നിനക്ക് നന്നായി ചേരും. 3 കോടിയെന്ന് കേൾക്കുമ്പോൾ പല്ലവി പറയും, അയ്യോ 3 കോടിയുടെ മാലയോ, എനിക്കിതൊന്നും വേണ്ട അമ്മേ. അപ്പോൾ പ്രഭാവതി പറയും, മോൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, ഇത് നീ മോഷ്ടിച്ചെടുത്തതൊന്നും അല്ലല്ലോ, ഞാൻ മനസ്സറിഞ്ഞ് നിനക്ക് തരുന്നതല്ലേ, ഇത് നീ വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല, ഇത് നീ അണിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ മാല പ്രഭാവതി പല്ലവിക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അതിനുശേഷം മാല പ്രഭാവതി പറയും, മോൾ ഇതിട്ടിട്ട് വേണം നീ താഴേക്ക് വരാൻ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതിയും പ്രതാപനും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറാമാൻ വരികയാണ് കേട്ടോ. എല്ലാവരും വിശാലിനെയും പാർവതിയും കാത്ത് ഹാളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ ഒരുങ്ങി വിശാലും പാർവതിയും താഴെ ഹാളിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോക്കാരൻ ആരുടെ ഫോട്ടോ ആണ് ആദ്യം എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വിശാല് പാർവതിയുടെ ഫോട്ടോ എടുത്തോളം പറയാണ്. അങ്ങനെ ആ ക്യാമറക്കാരൻ പാർവതിയുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് അച്ഛമ്മ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അച്ഛമ്മ എന്നിട്ട് പറയും, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്നിട്ട് രാധികയോട് പറയും, നീ എന്താ രാധികയെ മണിചന്ദ്രമാല പാർവതിക്ക് എടുത്ത് കൊടുക്കാത്തത്, അവൾ അത് അണിഞ്ഞു വേണ്ടേ ഫോട്ടോ എടുക്കാൻ, നീ വേഗം പോയിട്ട് അത് എടുത്തിട്ട് വാ, എന്നിട്ട് പാർവതിക്ക് കൊണ്ടുവന്ന് കൊടുക്കുക. അയ്യോ ഞാൻ മറന്നു പോയതാ അമ്മേ, ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രാധിക മാല എടുക്കാൻ വേണ്ടി പൂജാമുറിയിലേക്ക് പോവുകയാണ് കേട്ടോ. എല്ലാവരും രാധിക വരുന്നതും കാത്ത് ഹാളിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.